നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ആ മുറവിളിക്ക് ശമനമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി എവിടെയെന്ന മുറവിളിക്ക് ശമനമായി മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി. അതിനുശേഷം എന്താണ് ഈ ബാക്കി രണ്ടുപേരും, ഇപ്പോൾ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ എന്ത് പറഞ്ഞാണ് ഒരു വരുതിയിലാക്കുക എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അപ്പോൾ ഒരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ ബാക്കി രണ്ടുപേർക്കും ഒരു ഇതുണ്ടാകും. അപ്പോൾ രമേശ് ചെന്നിത്തല പ്രകടമാക്കി കഴിഞ്ഞു, ഇന്നലെ മീറ്റിങ്ങിന് പോയിട്ടില്ല, അത് അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടെന്ന് അദ്ദേഹം പ്രകടമാക്കി തുടങ്ങി. കെ സി വേണുഗോപാൽ തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പിളർപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ കണ്ടതിനെക്കാട്ടും വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? എന്താണ് സാറിന് ഒരു നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട? ആൻസിക്ക് വലിയ ടെൻഷനാണെന്ന് തോന്നുന്നു. അവിടെ ഞാനൊരു പാട്ട് പാടാം. ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് പറയും നിയമങ്ങൾ. ആരാടാ ഈ വെള്ളാപ്പള്ളി? ഏതവനാടാ ഈ സുകുനായർ? പെരുന്നയിലെ നായരെ, ആലപ്പുഴയിലെ വെള്ളാപ്പള്ളി, വല്ലാണ്ടങ്ങ് ചൊറിയല്ലേ. ലീഗാടാ ഇത്, ലീഗാടാ. മനോഹരമായ പാട്ടല്ലേ? ഇന്നലെ തൊടുപുഴയിൽ പാടി അവതരിപ്പിച്ചതാണ് ഇവർ, മുസ്ലിം ലീഗ് നേതാക്കൾ. അപ്പം കേരളം എങ്ങോട്ട് തിരിഞ്ഞു എന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ടല്ലോ. കാരണം ആ ലീഗാണ് യഥാർത്ഥ ഹൈക്കമാൻഡ്. അവിടെ സോണിയാഗാന്ധിയൊക്കെയുള്ള കമാൻഡ് എന്ന് പറയുന്നത് ലോ കമാൻഡുമായിട്ട് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ അടിമുടി കേരളം മാറി, അലകും പിടിയും മാറിക്കഴിഞ്ഞു. അതിൻ്റെയാണ് ഈ പ്രതിധ്വനി കേട്ടത്. നമ്മളിപ്പോൾ ആൻസി ചോദിച്ച ചോദ്യത്തിലേക്ക് ഇനി വരാൻ ടെൻഷനൊന്നും അടിക്കണ്ട. കോൺഗ്രസ്സായിട്ട് പിളരാൻ പോകുന്നില്ല, പക്ഷേ ഘടകകക്ഷികളായിട്ട് പിളരാൻ പോവുക. കാരണം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഘടകകക്ഷികളെ കൂടി ഭിന്നിപ്പിച്ചിരിക്കുക. മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായക്കാർ എന്തിനാണ് ചോദിക്കാൻ പോകുന്നത്? 63 അംഗങ്ങളോ കോൺഗ്രസ്സിന് സ്വന്തമായിട്ടുള്ള നേതാവ് ആരാണെന്ന് തീരുമാനിക്കാൻ അവർ പോരെ? പുറത്തുനിന്നുള്ള ആൾക്കാരോട് ചോദിക്കുന്ന പുറത്തുനിന്നുള്ളവരാൾക്കാർ. നാളെ ഇവരെല്ലാം കൂടി LDFൻ്റെ ഒപ്പം പോവില്ലെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ? ഏത് നിമിഷം വേണമെങ്കിലും ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? UDFനോടൊപ്പം അതുവരെ നിന്ന കേരള കോൺഗ്രസ് മാറിയില്ലേ, ഇടതുപക്ഷത്തേക്ക് പോകുന്നില്ലേ? അതുകൊണ്ട് അവരുടെ ഇതൊന്നും അഭിപ്രായം ചോദിച്ചല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട. ഒരിടത്തും അങ്ങനെ ചെയ്യാറുമില്ല. അതാണ് കീഴ്വഴക്കം, അതാണ് ജനപ്രാതിനിധ്യ നിയമം, പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട്. ഇവിടെ കേരളത്തിൽ ചില അനാവശ്യമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുക. മുസ്ലിം ലീഗിനോടൊന്ന് ചോദിക്കണം, നമിക്കണം. ആ മുഖ്യമന്ത്രിയായി ഇപ്പോൾ നിയുക്തനായിരിക്കുന്ന ആൾ വാണക്കാട്ടെ തിണ്ണ പോയി നിരങ്ങി. ഞാൻ സമുദായ നേതാക്കളുടെ തിണ്ണയൊന്നും നിരങ്ങുകയില്ലെന്ന് നായന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞു. ഇയാൾ ഈ വടശ്ശേരിൽ ദാമോദര മേനോൻ്റെ മകനാണ്. നായരിൽ 1ാം തരം നായരാണ്, കൂടിയ നായരാണ്, മേനോൻ നായരാണ്. അതുകൊണ്ടാണ് ആ ദാർഷ്ട്യം. കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നായന്മാർ തുടർന്നും വോട്ട് ചെയ്യും. മറ്റേതങ്ങനെയല്ല. ഒരു മുസ്ലിമിനെ മോശമാക്കി കഴിഞ്ഞാൽ മാസമായിട്ട് മുദ്രാവാക്യം വിളിക്കും മുസ്ലിം ലീഗ് ഉൾപ്പെടെ. ആ മുദ്രാവാക്യമാണ് നമ്മൾ തൊടുപുഴയിൽ നിന്ന് കേട്ടത്. മനസ്സിലായോ? ഐക്യം. വല്ലാത്തൊരു ഐക്യമാണ്, മറ്റുള്ളവരെ പേടിപ്പെടുത്തുന്ന ഐക്യം. ആ ഐക്യം തന്നെയാണ് സംഭവിക്കുന്നത്. വല്ലാത്ത പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള, അതുതന്നെയാണല്ലോ കുന്തിരിക്കം കരുതി വെച്ചോ, അവലും മലരും കരുതി വെച്ചോ എന്ന് പറഞ്ഞ് ബിഷപ്പ് ഹൗസിൻ്റെ മുമ്പിൽ കൂടെ, അമ്പലങ്ങളുടെ മുന്നിൽ കൂടെയും പോയത്. പച്ച ഇറച്ചി, ജീവനോടെ പശുവിനെ വെട്ടി ഇറച്ചി അമ്പലങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത്. അതുകൊണ്ടാണ് തവനൂരിലെ KT ജലീലിൻ്റെ പ്രതീകാത്മകമായിട്ട് ആട്ടിൻ്റെ തലയറുത്ത് ലൈവായിട്ട് ചോരയൊലിപ്പിച്ചുകൊണ്ട് നടന്ന് മുദ്രാവാക്യം വിളിച്ചത്. മനസ്സിലായില്ലേ? ആ ഒരു ധാർഷ്ട്യം ഇനി ശക്തമാകാൻ പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അക്രോസ് UDF there will be a split. ഈ നയങ്ങളോട് യോജിക്കാത്തവരുണ്ട് UDFൽ തന്നെ. ഈ അഹങ്കാരം തൊടുപുഴയുടെ സുൽത്താനായ PJ ജോസഫിന് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും. അത് അദ്ദേഹത്തിന്, സമാധാനപ്രിയനായ അദ്ദേഹത്തിന് യോജിച്ചു പോകാൻ പറ്റില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കും. കാരണം മുസ്ലിം ലീഗിനേക്കാൾ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? കൊടുത്ത സീറ്റുകൾ മുഴുവൻ, മലബാറിലൊഴിച്ച് സീറ്റുകൾ മുഴുവൻ പിടിച്ചടക്കിയ ആളാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ മകനാണിപ്പോൾ നേതൃത്വവും അതുപോലെ തന്നെ ഇതിൻ്റെ കടിഞ്ഞാണ് ഏറ്റെടുത്തിരിക്കുന്ന അപ്പു എന്ന് പറയുന്ന അപ്പു ജോസഫ് ഡോക്ടറാണ്. അങ്ങനെയുള്ള ആൾ ഏറ്റിരിക്കുക. അപ്പോൾ അവിടെ തൊടുപുഴ അവർക്ക് കൈവിട്ട് പോയിക്കൂടാ. തൊടുപുഴയിൽ ഇതുമാതിരി ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന മതപരമായ വർഗീയമായിട്ടുള്ള മുദ്രാവാക്യം കേൾക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആളാണ് PJ ജോസഫ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഗാന്ധിയനും കൂടാണ്. അവിടെ ഒരു സ്പ്ലിറ്റ് വരികയാണ്. ഇതുകൂടാതെ കോൺഗ്രസിനകത്ത് അതിശക്തമായിട്ടുള്ള സ്പ്ലിറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്യമായിട്ട് തന്നെ കോൺഗ്രസ്സിലെ ആൾക്കാർ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. മാത്യു കുഴൽനാടൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അതായത് 3ാം ശക്തി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ അവർക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് വ്യക്തമായ ഭാഷയിൽ ചോദിച്ചു. മുസ്ലിം ലീഗിൻ്റെ ചീത്തവിളി അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ഒറ്റപ്പെട്ടിരിക്കാം. പക്ഷേ അതുകൊണ്ട് അടങ്ങുന്നില്ല.
ഇപ്പോൾ ചടയമംഗലത്ത് മന്ത്രി ചിഞ്ചു റാണിയെ തോൽപ്പിച്ചിട്ടുള്ള മുസ്ലിം നാമധാരിയായിട്ടുള്ള MLA തന്നെ, ഞാൻ വർഗീയത പറയുകയല്ല, അദ്ദേഹം പോലും മുസ്ലിം ലീഗിൻ്റെ ഈ അനാവശ്യമായിട്ടുള്ള ഇടപാടുകളെ അതിശക്തമായിട്ട് വിമർശിച്ചിരിക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി UDF നയിക്കേണ്ടവരാണ്. അവർ തമ്മിലാണ് ഈ പടലപ്പിണക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നസീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പറഞ്ഞ കാര്യം അവിടെ വ്യാപകമായിട്ടുള്ള തോതിൽ VD സതീശന് വേണ്ടി PR വർക്ക് നടന്നു. MLA ആയിട്ടുള്ള ഇദ്ദേഹം ഫ്ലോറിൽ വോട്ട് ചെയ്യേണ്ടത് VD സതീശന് വേണ്ടിയാണ്. അദ്ദേഹം പോലും വോട്ട് ചെയ്തു, ഇന്നലെ വോട്ട് ചെയ്തും കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം പോലും പറയുന്നത് VD സതീശൻ KC വേണുഗോപാലിനെതിരെ അതിശക്തമായിട്ടുള്ള PR വർക്ക് നടത്തിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് പഴകുളം മധു, റാന്നിയിൽ നിന്ന് ജയിച്ച ആൾ, അദ്ദേഹം പറഞ്ഞ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KC വേണുഗോപാലിനെ നാറ്റിക്കാനുള്ള ശ്രമം UDFൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. വ്യക്തമായിട്ട് 2 MLA പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് എന്താ ഇന്നലെ സംഭവിച്ചത്? ഒരു പാർട്ടി ജയിച്ചപ്പോൾ അതിൻ്റെ പഴയ പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ എവിടെയായിരുന്നു? അസംബ്ലിയിൽ വന്നോ? വീടിൻ്റെ വടക്കേ വശത്തുകൂടി അദ്ദേഹം നേരെ മനസമാധാനം നഷ്ടപ്പെട്ട അദ്ദേഹം കരഞ്ഞു എന്നാണ് പറയുന്നത്. എനിക്ക് ഈ ഒരു സ്ഥാനമില്ല എന്നാണ് രാഹുൽ ഗാന്ധി വിളിച്ചെന്നെ അറിയിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ, നമ്മുടെ അൻവർ സാദത്ത് ആലുവ MLA, അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാറിനെ തോൽപ്പിച്ച MLA ഉണ്ടല്ലോ, അദ്ദേഹമുണ്ട്. അപ്പോൾ നമ്മുടെ ടോക്സിലൊക്കെ നമ്മളെപ്പോഴും കാണാറുള്ള ആൾ അദ്ദേഹമുണ്ട്. ഇവരെല്ലാം കേൾക്കെ അദ്ദേഹം കണ്ണിൽ കൂടി കണ്ണുനീര് വന്നു എന്നാണ് പറഞ്ഞത്, തൊണ്ട ഇടറിയെന്നുമാണ് പറയുന്നത്. ഈ വേദനകളൊക്കെ നാളെ അങ്ങ് പെട്ടെന്നില്ലാതാവുന്നതല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയത്തിലാണെങ്കിലും അത് പകയായിട്ട് വരും, അത് പുകച്ചിൽ വരുമ്പോൾ കോൺഗ്രസ് ഒരു ചെറിയ ഗ്രൂപ്പിസം എന്നുള്ളതല്ല, ഗ്രൂപ്പിസം കുഴപ്പമില്ല, പണ്ടും ഉണ്ടായിരുന്നു, അതിനപ്പുറമുള്ള ഒരു സ്പ്ലിറ്റിലേക്ക് പോകാനിടയാക്കും. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസം ഇല്ലാതാക്കി എന്ന് അഭിമാനിക്കുന്ന ആളാണ് ഈ VD സതീശൻ. പക്ഷേ 2 ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്, A ഗ്രൂപ്പും I ഗ്രൂപ്പും. ഇപ്പോൾ ഗ്രൂപ്പ് 3. അറിയാമല്ലോ അതൊക്കെയാണ്. RCയുടെ ഒരു ഗ്രൂപ്പ്, KCയുടെ ഒരു ഗ്രൂപ്പ്, VDയുടെ വേറൊരു ഗ്രൂപ്പ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇമ്മിനൻ്റ് സ്പ്ലിറ്റാണ്. കാരണം എന്താണ്? ഇവിടെ ഹൈക്കമാൻഡ് ഇല്ല, ലോ കമാൻഡാണുള്ളത്. മുസ്ലിം ലീഗാണ് ഏറ്റവും വലിയ ഹൈക്കമാൻഡായിട്ട് മാറിയിരിക്കുന്നത്. കോൺഗ്രസ് നന്നാവണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടോ? ഇന്ത്യ നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അവരുടെ പഴയ ശാസ്ത്രം അനുസരിച്ച് അങ്ങനെയല്ല അങ്ങനെ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് സംശയത്തോടു കൂടി നോക്കിയേ പറ്റൂ. പറയുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടോ വർഗീയനാണെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അങ്ങനൊരു ഹിസ്റ്ററി ഉള്ളതാണ്. അങ്ങനെയാണല്ലോ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം ഇന്ത്യ വിറ്റ് പോയത്. എന്നിട്ടും ഇപ്പോൾ പുതിയ കണക്കനുസരിച്ച്, കിരൺ റിജ്ജു പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇപ്പോൾ വരുന്ന സെൻസസ് പ്രോജക്റ്റ് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറും. അതേസമയം അതിന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന യഥാർത്ഥ ന്യൂനപക്ഷ അവകാശത്തിന് അർഹതയുള്ളവരുടെ സംഖ്യ കുറഞ്ഞു വരുന്നു. ക്രിസ്ത്യാനികളുടെ സംഖ്യ കുറയുകയാണ്, ബുദ്ധമതക്കാരുടെ സംഖ്യ കുറയുന്നു, ജൈനമതക്കാരുടെ സംഖ്യ കുറയുന്നു, പാഴ്സികളുടെ സംഖ്യ കുറയുന്നു. പാഴ്സികളുടെ കേവലം, അത് ഇറാനിൽ നിന്ന് വന്നതാണ്, 55,000 കുറഞ്ഞു. ക്രിസ്ത്യാനികളുടെ സംഖ്യയും കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് മറ്റൊന്നും കൊണ്ടുമല്ല, അവർ മര്യാദയ്ക്ക് ഈ കുടുംബാസൂത്രണം നിർവഹിക്കുന്നു. ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി എന്നുള്ളിൽ ഒതുങ്ങുന്നു. മറ്റേതങ്ങനെയല്ല, ഒരു ഡെമോഗ്രാഫിക് പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അതൊക്കെ ഇതിൻ്റെ അന്തർധാരയായിട്ട് വരുന്നുണ്ട്. ആ രീതിയിൽ അതിൻ്റെ ഒരു പ്രകടനമാണ് ഈ മുദ്രാവാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ആശയധാര ഈ പ്രകടനങ്ങളിലും ഈ മുദ്രാവാക്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. വലിയ അപകടം നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് എല്ലാ നിരീക്ഷകരും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഈ അമരത്തുവരലിന് എതിരെ കോൺഗ്രസിനകത്ത് തന്നെ അത് VD സതീശൻ മാത്രമേ അനുകൂലമായിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം അതിൽ എതിർപ്പാണ്. പലരും ഇങ്ങനെ അതര വ്യായാമം നടത്തുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ അവർ പോലും ഈ മുസ്ലിം ലീഗിൻ്റെ അനർഹമായിട്ടുള്ള ഈ അവകാശവാദങ്ങളിൽ അതൃപ്തരാണ്. നോക്കൂ,
എല്ലാവരും ന്യായീകരിക്കുന്നു. മുസ്ലിം ലീഗുകാരും പറയുന്നത് ഞങ്ങളോട് കോൺഗ്രസ് ചോദിച്ചു, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു. നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ കാണേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും പറഞ്ഞത്. പത്രക്കാരെ എങ്ങനെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ ഇന്നാളായിരിക്കും, ജനവികാരം അനുസരിച്ച് വി.ഡി. സതീശൻ തന്നെ ആകണമെന്നാണ് പാണക്കാട്ടെ തങ്ങൾ പറഞ്ഞത്. അത് പബ്ലിക് സ്പേസിൽ അതിൻ്റെ ഓഡിയോ ഉണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരും ചോദിക്കാൻ കയറി അഭിപ്രായം പറഞ്ഞ് ഞങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കാൻ അവകാശികളെന്നുള്ള ഒരു ധിക്കാരമാണ് കാണിച്ചത്. അതിന് അദ്ദേഹത്തെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പാണക്കാട്ടെ തിണ്ണ നിരങ്ങിയിട്ടാണ് വി.ഡി. സതീശന് ഈ സീറ്റ് ഉറപ്പിച്ചത്? സംശയം വല്ലതും ഉണ്ടോ കരുതി? എന്നിട്ട് എങ്ങനെയാണെന്നറിയാമോ ഈ തീരുമാനത്തിലെത്തിയ? അവസാന നിമിഷം വരെ രാഹുൽ ഗാന്ധി തൻ്റെ വിശ്വസ്തനായ കെ.സി. വേണുഗോപാലിനു കൊണ്ട് നില ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴായി തെറ്റിയെന്നറിയാം? സോണിയാഗാന്ധി നേരെ വേറെ ഘടകകക്ഷികളെയൊന്നും വിളിച്ചില്ല, രാജ്ഞിയാണല്ലോ. അവർ പാണക്കാട്ടെ തങ്ങളെ മാത്രം വിളിച്ചു. അയാൾ പറഞ്ഞു വി.ഡി. സതീശൻ മതിയെന്ന്. അപ്പോൾ സോണിയാഗാന്ധി അനുസരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഹൈക്കമാൻഡ്. അതാണ് ഇത് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതിയ റെവലേഷനാണിത്. സോണിയാഗാന്ധി പറഞ്ഞു അവിടെ വി.ഡി. മതി. കാരണം എന്താ? തൻ്റെ മക്കൾക്ക് ജയിക്കണമെങ്കിൽ കേരളത്തിൽ പോകണം, അവിടെ ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വേണം. ആ ദീർഘവീക്ഷണമാണ് ആ അമ്മയ്ക്കുണ്ടായത്. മക്കളോടുള്ള സ്നേഹം, രാജ്യത്തോടുള്ള സ്നേഹമല്ല. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഇന്ദിരാഭവൻ എന്ന് പറയുന്നതാണല്ലോ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ആസ്ഥാനം, അല്ലേ? ആ ഇന്ദിരാഭവനിൽ ഞാനുണ്ടായിരുന്നു വി.ഡി. സതീശനെ പ്രഖ്യാപിക്കുന്ന സമയം. അവിടെ ഒരു ആരവവും ഉണ്ടായില്ല, നിശബ്ദമായിരുന്നു. ഏതാണ്ട് ചത്ത വീട് പോലായിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാ കേരളത്തിലെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ എല്ലാം പ്രതിനിധികളും ക്യാമറകളും അതിൻ്റെ മൈക്കുകളും ഉണ്ടായിരുന്നു. കേട്ടു നോക്ക്, നിശബ്ദതയായിരുന്നു, ഗൗരവമേറിയ നിശബ്ദത. ചത്ത വീട് പോലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അന്തരീക്ഷം. ആൾ കൂടുമല്ലോ ചത്ത വീട്ടിലും, അതുപോലെ ആൾ കൂടിയിട്ടുണ്ട്, പക്ഷേ നിശബ്ദത. പിന്നെ ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞാണ് ഈ പടക്കം പൊട്ടിച്ചത്. അതെവിടെയാണ്? ആ മെയിൻ റോഡിൽ, ആളുകളും വണ്ടികളും പോകുന്ന മെയിൻ റോഡിൽ. ഇന്ദിരാഭവനകത്തല്ല, സ്ഥലമില്ലാഞ്ഞിട്ടല്ല, കാരണം അത് പുറത്തുനിന്ന് വന്നവർ ആണ് നടത്തിയത്. അതുപോലെ പല സ്ഥലങ്ങളിലും വി.ഡി. സതീശനെ ആഘോഷമായിട്ട് പ്രകടനം നടത്തിയത് മുസ്ലിം ലീഗുകാരും ജമാഅത്തേക്കാരുമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയും അതുപോലെ തന്നെ സുകുമാരൻ നായരും പി.സി. ജോർജും എല്ലാം ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നത് ഇനി മുസ്ലിം ലീഗായിരിക്കും കേരളം ഭരിക്കുന്നത്. അവർ അനർഹമായ സ്ഥലങ്ങളിൽ അനർഹമായ അവകാശവാദവും ഉന്നയിച്ച് മുന്നോട്ട് കൊണ്ടുവരും. ഇതത്ര സുകുമാരൻ നായർ രംഗത്ത് വന്നിരുന്നു. അതായത് മുസ്ലിം ലീഗ് അനാവശ്യമായിട്ട് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു, അവരുടെ ഒരു വാശിപ്പുറത്താണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. ഇത് ഒരു ജനാധിപത്യ രീതിയിലല്ല ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം വി.ഡി. സതീശന് നൽകിയതെന്നടക്കമുള്ള ഒരു വിമർശനം NSSന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു, SNDPയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. എന്തുകൊണ്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു എതിർപ്പ് വി.ഡി. സതീശന് നേരെ എന്നൊരു ചോദ്യം? അതെ, വി.ഡി. സതീശന് നേരെ എതിർപ്പ് വരുന്നതിന് കാരണം അദ്ദേഹം സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങിയില്ലെന്ന് പറഞ്ഞു. തെറ്റ്. സുകുമാരൻ നായർ പറഞ്ഞു എൻ്റെ തിണ്ണയ്ക്ക് വന്ന് ഇറങ്ങി ഇതൊക്കെ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞ ആളാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ ഈസ് എ പേപ്പർ ടൈഗർ. ഞാൻ പറയാം, കടലാസ് പുലിയ. ഇല്ലാത്ത ഇമേജുകൾ മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അവിടെ പോയി NSSൻ്റെ മുമ്പിൽ പോയി തിണ്ണ നിറങ്ങിയ ആളാണ് മാന്യനായ സുകുമാരൻ നായർ. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വെള്ളപൂച്ചിയ ആളാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അതിനൊരൊറ്റ പ്രത്യയശാസ്ത്രമുള്ള, അതിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ ഫാഷിസം പോലെ നാസിസം പോലെ ഒറ്റ ഒന്നേ ഉള്ളൂ. ആര്യൻ മതത്തിൻ്റെ ആധിപത്യം എന്ന് പറയുന്ന പോലെ ഇസ്ലാമിൻ്റെ ആധിപത്യം ലോകം മുഴുവൻ. ആധിപത്യമല്ല, ഏകമത വാഴ്ച ലോകം മുഴുവൻ എന്നുള്ളതാണ് അതിൻ്റെ ആദർശം. മൗദൂദി, ഇന്ത്യയിൽ ജനിച്ച മൗദൂദിയാണ്, പിന്നെ പാകിസ്ഥാനിലേക്ക് പോയ മൗദൂദിയാണ് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആധാരശിലയിട്ടത്. അത് മാറ്റിയിട്ടുണ്ടെന്ന് വി.ഡി. സതീശൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ, ലോകമാകെ ഉള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇയാൾ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഈ വിവരക്കേടാണ് ഇയാൾ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനും വഞ്ചിച്ചു. അയാൾ വഞ്ചിക്കുകയാണ് ചെയ്തത്. എവിടെ ഡിബേറ്റിന് പോകാൻ ഞാൻ തയ്യാറ്. ഞാനൊരു ചെറിയ മനുഷ്യൻ മാത്രമാണ്. വി.ഡി. സതീശനോട് ഡിബേറ്റിന് പോകാൻ കഴിവുള്ള വേറെ ആൾക്കാരുണ്ട്. ഹമീദ് ചെങ്കുത്തമംഗലൂരുണ്ടല്ലോ, ഒരു ഡിബേറ്റ് നടത്തി സ്ഥാപിക്കട്ടെ. അവരവരുടെ പഴയ നിലപാട് മാറിയെന്ന്. എവിടെയാണ് മാറിയത് എന്ന് മാത്രമല്ല, പുലിക്ക് അതിൻ്റെ ശരീരത്തുള്ള കുത്തുകൾ മായ്ക്കാൻ പറ്റുമോ? പുലിക്ക് അതിൻ്റെ ശരീരത്തുള്ള പുള്ളികൾ മായ്ക്കുന്നതായിട്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അതുപോലെയാണ് ഈ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി. വി.ഡി. സതീശൻ പറഞ്ഞതുകൊണ്ട് അലക്കി എന്നിടത്തിൽ കഴിയതുകൊണ്ടും ആ പുള്ളികൾ മാറാൻ പോകുന്നില്ല. ആ പുള്ളികൾ അവിടെ തന്നെ ഉണ്ടാകും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ.
അപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ രമേശ് ചെന്നിത്തല രാജിയിലേക്ക് പോകുന്നു എന്നൊരു ശ്രുതിയൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെ ഉണ്ടാകുമോ? വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അതിനോട് ചേർത്ത് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരകാര്യം കൊടുത്ത് ഒതുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതും വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്നോളൂ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയതിൽ വി.ഡി. സതീശൻ ആഭ്യന്തരമന്ത്രിയായിരുന്നാൽ ഓക്കെ, അങ്ങനെ സ്വീകരിക്കേണ്ടതായിരുന്നു അദ്ദേഹം. എനിക്ക് പറ്റില്ല. മുഖ്യമന്ത്രി കുറഞ്ഞ ഒരു പദവിയും വേണ്ട എന്നുള്ള ധാർഷ്ട്യമാണ് അദ്ദേഹം കാണിച്ചത്. ഇതേ ധാർഷ്ട്യം തന്നെയായിരുന്നു പിണറായി വിജയനും ഉണ്ടായിരുന്നത്. അതിന് വേണ്ട പണിഷ്മെൻറ്റിൻ്റെ ഒരു പാരിതോഷികമായിട്ടാണ് മുഖ്യമന്ത്രി പദം വി.ഡി. സതീശന് കിട്ടിയിരിക്കുന്നത്. ഇമാതിരി ധാർഷ്ട്യം എനിക്ക് അതിൽ കുറഞ്ഞൊന്നും പറ്റില്ല എന്നുള്ള ധാർഷ്ട്യമാണ് തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പണിഷ്മെൻറ്റ് കിട്ടാൻ പോകുന്ന വി.ഡി. സതീശൻ. ഇനി ഒരു കാര്യം കൂടെ, രമേശ് ചെന്നിത്തല എനിക്ക് തോന്നുന്നു നാണമുള്ള വ്യക്തിയാണെങ്കിൽ വി.ഡി. സതീശൻ്റെ കീഴിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് നാണമുള്ള നായരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ എന്താ സംഭവം എന്നറിയാം. രമേശ് ചെന്നിത്തലയെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ക്ഷമിക്കണം. ഒരു കാര്യം കൂടെ ചേർത്ത് പറയുകയാണ്. അതായത് മുസ്ലിം ലീഗിന് വളരെ ഇഷ്ടമുള്ള ഒരു ആളായിരുന്നു രമേശ് ചെന്നിത്തല. ആ ഇഷ്ടം എപ്പോഴാണ് പോയെന്നറിയാമോ? പെരുന്നയിലെ NSS നേതാവായിട്ടുള്ള സുകുമാരൻ നായർ. ആ സുകുമാരൻ നായർ പറഞ്ഞു അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രിയാവണം. അത് പറഞ്ഞതോടുകൂടിയാണ് മുസ്ലിം ലീഗിന് ഇദ്ദേഹത്തിനോടുള്ള ഇഷ്ടമെല്ലാം ഇല്ലാതായത്. അവർക്ക് വേണ്ട അവരുടെ ഒരു കളിപ്പാവയാണ്. അതിന് പറ്റിയ ആളാണ് വി.ഡി. അങ്ങനെയാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതാണ് സംഭവം. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുന്നേ പ്രതിപക്ഷ നേതാവിനെ പറ്റി കൂടി ഒരു അഭിപ്രായം സാറിന് ആരായുകയാണ്. എന്താണ് പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കും? അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കാൻ യോഗ്യനായിട്ടുള്ള വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം മുഖ്യമന്ത്രി പദമാണ്. പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം കലക്കും, എനിക്ക് സംശയമൊന്നുമില്ല. പറയാനുള്ളത് ശരിക്കും അദ്ദേഹം ഒരു പേപ്പർ ടൈഗറൊന്നുമല്ല, അദ്ദേഹം റിയൽ ടൈഗറാണ്. ആസ് ആൻ ഓപ്പോസിഷൻ ലീഡർ അദ്ദേഹത്തെ ഞാൻ ആ കാര്യത്തിൽ വണങ്ങുന്നു. മുഖ്യമന്ത്രി നിലയിൽ പരാജയമാണെങ്കിലും ഇതിൽ അദ്ദേഹം 100% വിജയിക്കും. വി.ഡി. സതീശൻ ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ അദ്ദേഹം സമ്മാനിക്കുകയും ചെയ്യും, സംശയം വേണ്ട. അപ്പോൾ ശക്തമായൊരു പ്രതിപക്ഷവുമുണ്ട്, ശക്തമായൊരു സർക്കാരുമുണ്ട്, കാത്തിരുന്ന് കാണാം.